അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ സുപ്രധാനമായ ഒരു സദസ്സിലും ക്ലാസ്സിലുമാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് നമ്മുടെ ഈ ഒരു ക്ലാസ് എന്നും എങ്ങനെയാണ് നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നും. അതിൽ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലൂടെ എന്തിന് നമ്മൾ ഖുർആൻ പഠിക്കണമെന്നും നമസ്കാരത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നും ഖുർആൻ ഹിഫ്ളാക്കാനുള്ള എളുപ്പ വഴികൾ എന്താണെന്നും പറഞ്ഞു. നമ്മൾ ഈ ഒരു ബേസിക്കായ കാര്യങ്ങൾ ആദ്യമേ തുടങ്ങാനുള്ള കാരണം പല ആളുകൾക്കുള്ള കുറേ സംശയങ്ങൾ. എന്തിനാ ഇപ്പൊ ഞാൻ ഈ കോഴ്സിന് പഠിക്കണത്? എന്താ ഇപ്പൊ എനിക്ക് നിസ്കരിക്കാൻ അറിയാലോ അല്ലെ? അല്ലെങ്കിൽ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്, ഇഫ്ള് പഠിച്ചൊക്കെ ചെയ്തതാണ്, പക്ഷെ എന്ത് ചെയ്യണില്ല, അത് അങ്ങോട്ട് ഓർമ്മയിൽ നിൽക്കണില്ല. വേറെ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് പഠിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കത് മനസ്സിൽ നിൽക്കണില്ല. അല്ലെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ ഏറ്റവും അവസാനത്തിൽ നമ്മൾ പറഞ്ഞത് നമസ്കാരത്തില് ഖുർആൻ പാരായണം അത് മനഃപ്പാഠമാക്കാനുള്ള എളുപ്പ വഴികളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മളൊന്നിപ്പോ ഇങ്ങനെ ചെറിയ രൂപത്തിൽ ചോദിച്ചു, ബാക്കി നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഓരോരുത്തരൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. അല്ലെ, ഓരോരുത്തരും ഓരോ 1, 2, 3 ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാ പറഞ്ഞത്. അല്ലെ, ഇഫ്ള് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആഗ്രഹം ഉണ്ടാകുക. അതാണ് ആയിഷ അയാൻ അത് എഴുതി, ആഗ്രഹം ഉണ്ടാകുക. ഒന്നാമത്തെ പോയിന്റ് അതായിരുന്നു, ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് നിരന്തരമായി പ്രാർത്ഥിക്കുക. ഒരാൾക്ക് ആഗ്രഹം മാത്രം പോരാ, അയാൾ എന്ത് ചെയ്യണം? സുഹറ ഫസലാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത്. നിരന്തരമായി പ്രാർത്ഥിക്കുക, അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നിരന്തരമായി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യമാണെന്ത്? നീയത്ത് നന്നാക്കുക എന്നുള്ളത്. നീയത്ത് നന്നാക്കുക. ഷഫ്ന, അതേപോലെ തന്നെ ആരാണ്, മൻഹ എഴുതി, ഷഫ്ന എഴുതി, അതേപോലെ തന്നെ അസർ എഴുതി. അല്ലെ, ഓക്കെ. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. നമ്മുടെ നീയത്ത് ക്ലിയർ ആവണം. അല്ലെ, നീയത്ത് ക്ലിയർ ആവുക. നാലാമത്തതാണ് സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. സാഹചര്യം, നമ്മുടെ ഒരു പഠന സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എല്ലാവരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ഊതല്ല വേണ്ടത്. നമ്മളൊരു സാഹചര്യം ഉണ്ടാക്കി എഴുതണം. അതാണ് ആയിഷ ലൈബ പറഞ്ഞത്. അതേപോലെ ഫാത്തി ഹംദ പറഞ്ഞവരുണ്ട്. നീയത്ത് നന്നാക്കുക, സാഹചര്യം ഉണ്ടാക്കുക, നീയത്ത് നന്നാക്കുക, സിറ്റുവേഷൻ, പിന്നെ നിരന്തരമായി പ്രാർത്ഥിക്കുക, ക്രിയേറ്റ് സിറ്റുവേഷൻ, ഇതൊക്കെ പറഞ്ഞു, സാഹചര്യം പറഞ്ഞ്. നാലാമത്തത് സുഹറ ഫസൽ, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാം. അല്ലെ, ഓരോരുത്തർക്കും പറ്റുന്ന ടൈം ഉണ്ടാകും. ചില ആളുകൾക്ക് രാവിലെ ആയിരിക്കും, ചില ആളുകൾക്ക് ഉച്ചക്കായിരിക്കും, ചില ആളുകൾ രാത്രി ആയിരിക്കും, ചില ആളുകൾ ലൊഹറിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ സുബൈന് ശേഷമായിരിക്കും, മഗ്‌രിബിന് ശേഷം. ഇങ്ങനെ ഏത് സമയമാണോ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ആ സമയമാണ് നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്ക് അനുയോജ്യമായ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരേ ഒരു ഖുർആൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന്റെ വ്യത്യാസങ്ങളും നമ്മൾ പറഞ്ഞു. ചില ഖുർആൻ തന്നെ വ്യത്യസ്തമായ ലിപികളുണ്ട്, അല്ലെങ്കിൽ പേജുകളിൽ വ്യത്യസ്തത ഉണ്ടാകും, പല എഴുത്തുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരേ ഖുർആൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് മെമ്മറിയിൽ അത് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളിലും ഓതുക. അല്ലെ, കുറെ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ മനഃപ്പാഠമാക്കിയത് എന്താണോ അത് ഓതുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരു ഖുർആൻ കൊണ്ട് ആവർത്തിച്ച് കേൾക്കുക എന്നുള്ളത്. ആവർത്തിച്ച് കേൾക്കുക, പാരായണം ചെയ്യുക. അതായത് ഒരു 20 തവണയെങ്കിലും കേൾക്കണം, 20 തവണയെങ്കിലും വായിക്കണം. അങ്ങനെ നമ്മൾ ദിവസേന ചെയ്യുകയാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും? അത് മനഃപ്പാഠമാക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. നമ്മളിങ്ങനെ ഓതുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കേട്ട് ഇങ്ങനെ എല്ലാവരോടും വർത്താനം പറയുമ്പോൾ ഇങ്ങനെ കേൾക്കുക. ഖുർആൻ കേൾക്കുന്നുണ്ട്, ആളോട് വർത്താനം പറയുന്നുണ്ട്, അങ്ങനെ പഠിച്ചിട്ട് കാര്യമല്ല.
അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുക, അതിന്റെ അടിയിൽ കൂടി തന്നെ മറ്റവരോട് വർത്താനം പറയാ, അത് പറ്റൂല. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ രൂപത്തിൽ പഠിക്കാനും മറ്റൊക്കെ നോക്കേണ്ടത്. ഓക്കെ, റിപ്പീറ്റ് പറഞ്ഞു, പിന്നെ എല്ലാ നമസ്കാരങ്ങളും ചൊല്ലുക എന്ന് പറഞ്ഞു. ഓക്കെ, 20 ആവർത്തിച്ച് പറയാ. എല്ലാവരും മാഷാ അല്ലാഹ് എല്ലാവരും ഉഷാറായിട്ട് പറഞ്ഞു അല്ലേ? ഓക്കെ, ഇത്രയല്ലേ പറഞ്ഞേ? വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വേറെണ്ടോ? എല്ലാ നമസ്കാരങ്ങളും ചൊല്ലുക അതൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും പിന്നെ കൃത്യമായിട്ട് മനഃപ്പാടമാക്കുക കേട്ടോ. എല്ലാവരും മനഃപ്പാടമാക്കണം. ഞാൻ ചിലപ്പോൾ ചില ആൾക്കാരോട് വിളിക്കും, ഫോണിൽ വെച്ചിട്ട് ഹലോ കുട്ടിയെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയാം, എന്നാ പറഞ്ഞ ഏതൊക്കെയാണ് ആ 8 കാര്യങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഏതാണ് പിന്നെ 5 കാര്യങ്ങൾ ഏതൊക്കെയാ, ഏതാണ് 6 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾ മനഃപ്പാടാക്കിയിട്ടുണ്ടാവണം കേട്ടോ. ആകെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, വളരെ സിമ്പിൾ ആണ് അല്ലേ? അങ്ങനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, ഇന്ന് നമ്മൾ 4ാമത്തെ ക്ലാസ്സിലേക്ക് വരികയാണ്. നേരെ ശ്രദ്ധിച്ചോ, ഈ ക്ലാസ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഹിഫ്ദ് പഠനത്തിലേക്ക്, നമ്മൾ മനഃപ്പാടമാക്കുന്ന ഭാഗത്തേക്കൊക്കെ പോകും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം അതാണ്, എന്തിന് നിസ്കാരം പഠിക്കണം, എന്തിന് നമസ്കാരം പഠിക്കണം, എന്തിനാണ് നമ്മൾ നിസ്കാരം പഠിക്കണം. നമ്മൾ നമസ്കാരത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞതിന് മുമ്പ് ചെറിയ രൂപത്തിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ നമസ്കാരം പഠിക്കുന്നത് എന്നാണ്. എന്തിനാ പഠിക്കുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ? എന്തിനാ ശരിക്കും നിസ്കാരം പഠിക്കുന്നത്? നമ്മളിതിനു മുമ്പ് ചെറിയ കാര്യങ്ങളൊക്കെ സ്വർഗം കിട്ടാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. മൈക്കോണാണ് ഏതാണ്? സ്വർഗം കിട്ടാൻ വേണ്ടി, നേരാകാൻ വേണ്ടിട്ട്, പിന്നെ സ്വർഗം നേടാന്, പിന്നെ അല്ലാഹുവിനോട് സംസാരിക്കാനും ഓക്കെ, നമുക്കൊന്ന് അള്ളാഹു ഇഷ്ടപ്പെടും അല്ലേ? ഓക്കെ ഓക്കെ, നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് നോക്കാം. നമ്മളൊരു 6 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്, വെറും ചുരുങ്ങിയ 6 കാര്യങ്ങൾ, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നേരെ ശ്രദ്ധിച്ചട്ടോ. എന്തിന് നമ്മൾ നമസ്കാരം പഠിക്കണം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരാണ് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. എന്താ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു ഇംഗ്ലീഷ് എന്താണ്? പർപ്പസ് ഓഫ് ലൈഫ് അല്ലെ, അല്ലെങ്കിൽ ഗോൾ ഓഫ് ലൈഫ് എന്നൊക്കെ പറയില്ലേ? നമ്മുടെ ജീവിതം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർ പറയും, ഞാനേ പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു വീട് വെക്കണം, എനിക്ക് വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ വാങ്ങും, എനിക്ക് വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് എടുക്കും, ഞാൻ വലുതായിട്ടുണ്ട് ഞാൻ ഫെരാരി കാർ എടുക്കും, അല്ലെ ഞാൻ സൂപ്പർ എടുക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം, അതിനൊന്നും പ്രശ്നമല്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹ് നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് എന്തിനാ ശരിക്കും? എല്ലാവരും ശ്രദ്ധിച്ചോളിട്ടോ. അള്ളാഹു നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് എന്തിനാ? വീട് വെക്കാൻ വേണ്ടിയിട്ടാ? വീട് വെക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞേക്കണം അല്ലെ? നിങ്ങളൊക്കെ വാപ്പയും ഉമ്മയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഉമ്മ പറയും, പടച്ചോനെ ഒരു വീടില്ലല്ലോ. നമ്മൾ പറയും, ഓ ബാക്കിയുള്ളവർക്കൊക്കെ വീടുണ്ട് ഉമ്മ, ഓർക്ക് വീടുണ്ട്, നമ്മളെ വീടൊക്കെ നമ്മൾ വാടകക്കല്ലേ, നമുക്ക് തീരെ സൗകര്യങ്ങളില്ലല്ലോ. ഓർക്ക് 2 നിലയുള്ള വീട്, ഓർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് റൂം വരെ ഉണ്ട്, ഓർക്ക് സ്വന്തമായിട്ട് കട്ടിലുണ്ട്, നമ്മളിപ്പോൾ നിലത്താണ് കിടക്കണത്, നമുക്ക് ഒരു സൗകര്യവും നമുക്ക് റൂമും ഇല്ല അല്ലെ. അങ്ങനെയൊക്കെ പറയണ കുട്ടികളുണ്ടോ? എന്നാ ശ്രദ്ധിച്ചോളിയും, നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാ? കുറെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാ? അല്ലല്ലോ. അല്ല, വീടുണ്ടാക്കാനാ വന്നേ? അല്ല, വീടുണ്ടാക്കുക എന്നുള്ളത്, വീട് ഇവിടെ താമസിക്കുന്നത് എന്തിനാ? നമ്മൾ വെയിൽ വരുന്ന സമയത്തും മഴ പെയ്യുന്ന സമയത്തും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം, ഒരു ഷെൽട്ടർ അല്ലെ, ഒരു പിന്നെ നമുക്ക് തൽക്കാലത്തേക്ക് ഇരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ ആരെങ്കിലും മരിച്ച സമയത്ത് ആ മൂപ്പര് വാപ്പയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, എന്നാ പിന്നെ വാപ്പാന്റെ ഖബറിന്റെ അടുത്തും ആ വീട് കൊണ്ടേ വെക്കുക പറ്റുമോ? ഇല്ലല്ലോ, അങ്ങനെ ആരും പറയണില്ലല്ലോ. വാപ്പ മരിച്ചു കഴിഞ്ഞാല് മയ്യത്തിന്റെ അടുത്ത് പിന്നെ മയ്യത്ത് ഈ വീടിന്റെ ഉള്ളിലെ വെക്കുക? അല്ലല്ലോ. ഖബറ് കുഴിക്കണ വീടിന്റെ ഉള്ളിലാണോ? എന്റെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, അതുകൊണ്ട് വീട്ടിൽ തന്നെ വാപ്പാന്റെ ഖബർ ഉണ്ടായിക്കോട്ടെ എന്ന് ആരെങ്കിലും പറയോ? ഇല്ല, എല്ലാരും പറയില്ലല്ലോ. അപ്പൊ വീടല്ല പ്രധാനം. വീട് വേണ്ടേ? വീട് വേണം. കാറ് വേണ്ടേ? കാറ് വേണം.
ബൈക്ക് വേണ്ടേ ബൈക്ക് വേണം, ജോലി വേണ്ടേ ജോലി വേണം, ഒക്കെ വേണം. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അതല്ല. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹു ലോകത്തേക്ക് പറഞ്ഞയച്ച എന്തിനാണെന്നറിയോ? അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാ. കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. കുറെ പൈസ ഉണ്ടാക്കി, എന്നിട്ട് ആ പൈസ ഒന്നും നമുക്ക് ഉപകാരമില്ലാത്ത രൂപത്തില് കള്ളന്മാരെ അടിച്ചോണ്ടുപോയി. അള്ളാ, പോയില്ലേ, കഴിഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞു. അപ്പൊ അതേപോലെ നമ്മൾ ജീവിതത്തിൽ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാന്ന് വെച്ചാൽ അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നേ. അള്ളാഹിനെ ആരാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ശരിക്കും നിസ്കാരം പറഞ്ഞപ്പോഴേ ആദ്യം എത്ര വക്ത പറഞ്ഞേ അറിയോ? 50 വക്ത പറഞ്ഞേ. എത്ര? 50. 50 എന്ന് പറഞ്ഞാൽ എത്ര അറിയില്ലേ? 50. അത്ര ഉണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? അത്രയും പിന്നെ വലുതായിരുന്നു എന്ത്? നിസ്കാരം. 50 വക്തായിരുന്നു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിസ്കാരം പറഞ്ഞത്. 50 വക്ത്. 50 വക്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് 1 മണിക്കൂർ 1.25 ചിലപ്പോൾ ഉണ്ടാവില്ലേ, 1 മണിക്കൂർ ഉണ്ടാകാം. അപ്പൊ ഒരു 4:15 തുടങ്ങി കഴിഞ്ഞാൽ 5:15 ഉള്ളിലായിട്ട് അല്ലെങ്കിൽ 5:30 ഉള്ളിലായിട്ട് 3 വക്ത് നിസ്കാരം നമ്മൾ അപ്പൊ പോയിട്ടുണ്ടാവും. കാരണം എന്താ? ആകെ 24 മണിക്കൂറാണ്. 24 മണിക്കൂർ 50 വക്ത് നിസ്കരിക്കണം. അപ്പൊ 1 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഒരു 2 വക്തിന്റെ മുകളിൽ നിസ്കരിക്കേണ്ടി വരും. അപ്പൊ നമ്മളിങ്ങനെ ഇടക്കിടക്ക് നീച്ച് ഇങ്ങനെ പോവുക, ഒതുടുക്കുക, നിസ്കരിക്കുക, പോവുക, ഒതുടുക്കുക, നിസ്കരിക്കുക, പോവുക, ഒതുടുക്കുക, നിസ്കരിക്കുക. വേറെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്ന് ബാത്റൂം പോയി കഴിഞ്ഞാൽ ബാത്റൂം പോയി തിരിച്ചു വരുമ്പോഴേക്ക് എന്നാ പിന്നെ ഒതുടുക്കുക, നിസ്കരിച്ചാൻ വേണ്ടി പോട്ടെ. നിസ്കരിച്ച് വരുമ്പോഴേക്ക് വീണ്ടും ഒന്ന് മൂത്രയിക്കാൻ വേണ്ടി പോവുക, പിന്നെയും ഭക്ഷണം കഴിച്ചു വീണ്ടും നിസ്കരിക്കുക. അല്ലെ, വേറെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. 50 വക്ത് ഉണ്ടായിരുന്ന നിസ്കാരം നമ്മളോട് എന്താ പറഞ്ഞാലോ? 5 വക്ത് നിസ്കരിച്ചാൽ മതി. 5 വക്ത് നിസ്കരിച്ചാൽ മതി. 50 ഉള്ളത്, പക്ഷെ നിസ്കരിക്കണം 5 മതി. അങ്ങനെ 5 വക്ത് നിസ്കരിച്ചാൽ, കേട്ടോളിയെ, 5 വക്ത് നിസ്കരിച്ചാൽ 50 വക്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. 5 വക്ത് നിസ്കരിച്ചാൽ 50 വക്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ്, അല്ലെ, അല്ലെങ്കിൽ എയിം ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുക, അത് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാതെ നമ്മൾ നേടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹിനെ ആരാധിക്കുന്നതിലൂടെയാണ് കിട്ടാനുള്ളത്. ഓക്കെ, അള്ളാഹിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന നിസ്കാരമാണ്. ഏറ്റവും പ്രധാന നിസ്കാരം. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ കാര്യം നോക്കിക്കോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദീനിന്റെ തൂണാണ് നിസ്കാരം. എഴുതിക്കൊള്ളിട്ടോ, എഴുതിയില്ലേ? ആദ്യത്തെ എഴുതിയില്ല, ഒന്നാമത്തെ എഴുതിയില്ലേ? ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ളത് എഴുതിയില്ല എല്ലാവരും? ഹെഡിങ് കണ്ടില്ലേ? ജീവിത ലക്ഷ്യം. ഏതിന്റെ ഹെഡിങ് ആണ്? ഇതിന്റെ ക്ലാസിന്റെ ഹെഡിങ് എന്നാ നോക്കിക്കോ. എന്തിന് നമസ്കാരം പഠിക്കണം? അതാണ് നമ്മുടെ ഹെഡിങ്. അതാണ് എന്തിന് നമസ്കാരം പഠിക്കണം. എന്തിന് നമസ്കാരം പഠിക്കണം? എന്തിന് നമസ്കാരം പഠിക്കണം? റെഡി? എന്തിന് നമസ്കാരം പഠിക്കണം? ഓക്കെ, അതിൽ ഒന്നാമത്താണ് നമ്മൾ പറഞ്ഞ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ, നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എയിം ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതം പൂർത്തിയാക്കുക. അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിനെ ആരാധിക്കാനാണ്. അള്ളാഹിനെ ആരാധിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനമാണ് എന്ത്? നിസ്കാരം എന്നുള്ളത്. വേഗം എഴുതണേ. എഴുതി കഴിഞ്ഞാൽ പറയാം. ഫിനിഷ് ചെയ്താ ഫിനിഷ് എന്ന് പറയാം. കുറെ ആളുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, എല്ലാരും എഴുതിയ മക്കളെ? എല്ലാരും എഴുതി കഴിഞ്ഞാൽ പറയണേ. ഓക്കെ, 2 വട്ടം ഫിനിഷ് ആയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ദീനിന്റെ തൂൺ എന്ന് പറഞ്ഞാൽ അതാ. ദീനിന്റെ തൂണ്. ദീനിന്റെ തൂൺ എന്ന് പറഞ്ഞാൽ നമ്മള് തൂണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ വീടിന്റെ ഇതുണ്ടൊക്കെ ഉണ്ടാകും, പിന്നെ ചുമരുണ്ടാവും അല്ലെ, ചുമരുണ്ടാകും. അതേപോലെ തന്നെ വലിയ പള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ ആക്കില്ല, അവിടെ ഒരു തൂണ് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി മറിയുന്നറിയും അല്ലെ. ഒരു തൂണ് കൊടുക്കണം, നടുവിൽ ഒരു തൂണ് വെക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി മറിയുന്ന. എങ്കിൽ ഈ ദീനിന്റെ തൂണ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ദീനിന്റെ തൂണ് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. നിസ്കാരത്തിനാണ് ഏറ്റവും പ്രാധാന്യമുണ്ട്. ദീനിന്റെ തൂണ് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. എന്താന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം, ഓരോ പോയിന്റുകൾ പറയുമ്പോൾ വിശദീകരിക്കും. ദീനിന്റെ തൂണാണ്. അപ്പൊ ഒരാൾ നിസ്കാരം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഓന്റെ തൂണ് പൊളിഞ്ഞു. തൂണ് പൊളിഞ്ഞാൽ പിന്നെ ഓനിക്ക് ദീനില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേരല്ല, സുന്നത്ത് വെച്ചുകൊണ്ടോന്നല്ല, മറിച്ച് എന്താ, നിസ്കരിക്കണുണ്ടോ ഇല്ല എന്നുള്ളതാണ്. നമുക്കത് പറഞ്ഞുതരാം, ഓരോന്ന് പറഞ്ഞുതരാം. അപ്പൊ രണ്ടാമത്താണ് ദീനിന്റെ തൂണാണ്. ദീനിന്റെ തൂണാണ്. റെഡി? ദീനിന്റെ തൂണാണ് നിസ്കാരം. നിസ്കാരം ഒഴിവാക്കിയാൽ എന്ത് ചെയ്തു? ഓന് അവൻ എന്ത് ചെയ്തു? ആകെ ആ ദീനിൽ നിന്നും ഒഴിവാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. ദീനില്ല, പിന്നെ ഓനക്ക് ദീനില്ല. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് കേട്ടോളി. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അയാളോട് വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം ഏതാണെന്നറിയോ? നിസ്കരിച്ചോന്ന്. ഇത് നേരെ ശ്രദ്ധിക്കുക, നേരെ ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തു. ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് വെച്ച് ആദ്യമായിക്കൊണ്ട് വിചാരണ ചെയ്യുക. എന്താ വിചാരണ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ എക്സാമിനേഷൻ നടത്താന്ന് പറയില്ലേ, പൊതുവെ ഓരോന്നും ഇങ്ങനെ ചോദിക്കൂലേ, വൈവക്കല്ലേ, ഓരോരുത്തർ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ ചോദിക്കില്ല, വൈവ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യാം. അതേപോലെ എന്ത് ചെയ്യും? വിചാരണ ചെയ്യും. ഇവന്റെ ഓരോ കർമ്മങ്ങളും എടുത്തിട്ട് നോക്കും. സംസ്കരിച്ചിട്ടുണ്ടോ, നോമ്പെടുത്തിട്ടുണ്ടോ, എങ്ങനെ ഓരോന്നും നോക്കും. അതിലാദ്യം നോക്കുക എന്താണെന്നറിയോ? ആദ്യം നോക്കുക, നേരെ ശ്രദ്ധിച്ചോ, ആദ്യം നോക്കുക നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടാ പിന്നെ ബാക്കി നോക്കുക. ഇപ്പൊ നമ്മള് പിന്നെ +1 അഡ്മിഷൻ വേണമെങ്കിൽ ആദ്യം എന്താ വേണ്ടേ? +1 അഡ്മിഷൻ വേണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം എന്ത് വേണം? എന്താ നിങ്ങളെ അഭിപ്രായം? 10th റിസൾട്ട് വേണം അല്ലെ. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 10ാം ക്ലാസ് പാസ്സായിക്കൊണ്ടുവന്നാ നോക്ക്. 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോന്ന് ആദ്യം നോക്കുക. എന്നിട്ടാണ് പിന്നെ എത്ര A+ ഉണ്ട്, ഏറ്റവും കൂടുതൽ ഏതാണ്, ഏതില് പിന്നെ സബ്ജക്റ്റാ വേണ്ടത്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത് പിന്നെയാണ്. ആദ്യം ചോദിക്കുക 10ാം ക്ലാസ് പാസ്സായിക്കണം. ഏതില്? +1. പരലോകത്തല്ല. പരലോകത്ത് 10ാം ക്ലാസ് പാസ്സായൊന്നും ചോദിക്കൂല അല്ലെ. പരലോകത്ത് ചോദിക്കുക എന്താണെന്ന് അറിയോ? നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു, നിസ്കരിച്ചു പോണം. ആദ്യം ചോദിക്കും. നിങ്ങൾ നോക്കിയേക്ക്, ശരിക്കും അത് ഒരു വല്ലാത്തൊരു ചോദ്യമല്ലേ. ലോകത്ത് എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ അവിടെ പെട്ട് നിൽക്കുമ്പോൾ, പരലോകത്ത് എല്ലാവരും ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ വിളിക്കും, മലക്കുകൾ വിളിക്കും, ഇവിടെ വാ. നമ്മൾ മലക്കലെത്തി ചൊല്ലും. അപ്പോൾ നമ്മളിങ്ങനെ എൻ്റെ പേര് പാത്തുമ്മ എന്നാണ്, എൻ്റെ പേര് ആയിഷു എന്നാണ്, എൻ്റെ പേര് ഇന്നതാണ് അല്ലേ. നമ്മളെ പേര് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓരൊക്കെ പേരൊക്കെ അറിയാം, പേര് വെച്ചിട്ട് തന്നെ അവർ വിളിക്കും, ഇവിടെ വാന്ന് പറയും, വിളിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എന്താ അറിയോ? നമ്മളെ നിസ്കാരം നോക്കും. നിസ്കരിച്ചിട്ടുണ്ടോ, നിസ്കരിച്ചിട്ടുണ്ടോ, നിസ്കരിക്കാറുണ്ടോ, നിസ്കരിച്ചിരുന്നോ? ഈ ചോദ്യം ചോദിച്ചിട്ട് അത് ക്ലിയർ ആണെങ്കിൽ ഒരു രക്ഷപ്പെട്ടു. അത് ക്ലിയർ ആണെങ്കിൽ ബാക്കി ഓൻ്റെ പല പ്രശ്നങ്ങളുണ്ട്, വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അതൊന്നും പ്രശ്നമല്ല. എന്നാൽ നിസ്കരിച്ചിട്ടില്ല, ഓനെന്ത് ചെയ്തിട്ടുണ്ട്? നോമ്പെടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ നിസ്കരിച്ചിട്ടില്ല. എന്നാലോ ഫഖദ് ഖാബ വഖസിറ, അവൻ നഷ്ടത്തിൽ പെട്ടുപോയി. ഓനെ പിന്നെ കൂട്ടനല്ല, ഓനെ നേരെ നരകത്തിൽ ഗെറ്റ് ഔട്ട് അല്ലെ. അവിടുന്ന് വേണ്ട ഒഴിവാക്കിയിട്ട് നേരെ നരകത്തിന്റെ ഉള്ളിൽ കയറാൻ പാടില്ല. ആരോട്?
ആരോട്? നിസ്കരിക്കാത്ത ആളോട്. നേരെ ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മൾ നിസ്കരിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല. അതിപ്പോ വെറുതെ ഒഴിവുണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്ന്, അല്ലെങ്കിൽ അങ്ങനൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല അപ്പം അത് എന്ന് പറഞ്ഞ് ഒഴിവാൻ പറ്റൂല. നമ്മൾ സ്വർഗവും നരകവും തീരുമാനിക്കണം. സ്വർഗത്തിന് മുമ്പാണ് എന്ത് ചെയ്യുക, വിചാരണ ഇതൊക്കെ ഉണ്ടാകുക. ആ വിചാരണയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണെന്ത്? നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ, നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ, നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ, നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ. ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ നല്ല പേടിക്കണം കേട്ടോ. നമ്മൾ നല്ല പേടിക്കേണ്ട കാര്യമാണ്. നമ്മളെ ഉമ്മ വന്നിട്ട് ഇങ്ങനെ നമ്മളോട് ചോദിക്കണ്ട. നമ്മളെ ഉമ്മ ചോദിക്കൂലേ നിസ്കരിച്ചോ, അല്ലെ വാപ്പയൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിസ്കരിച്ചോടാ, നിസ്കരിച്ചോ, നിസ്കരിച്ചോ എന്ന് ചോദിക്കും. ആ എന്തിനാ ചോദിക്കണേ? നമ്മൾ വിചാരിക്കും എന്താണ് ഈ വാപ്പച്ചിക്ക് ഇങ്ങനെ എപ്പോഴും കാണുമ്പോ ചോദിക്കും നിസ്കരിച്ചോ, നിസ്കരിച്ചോ. എന്താ ഇപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ? ഞാൻ നിസ്കരിച്ചാലൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇന്നിപ്പോ നിസ്കരിച്ചില്ല, കുഴപ്പമൊന്നുമില്ല, പിന്നെ നിസ്കരിച്ചോ. ആ, ഇവിടുന്ന് നമുക്ക് വാപ്പച്ചിനെ പറ്റിക്ക, അതേപോലെ തന്നെ ഉമ്മച്ചിനെ പറ്റിക്ക, നുണ പറയാ ഒക്കെ ചെയ്യാം. പക്ഷേ നാളെ നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാലേ നാളെ ഖബറിലെത്തൂലേ, ഖബറിലെത്തൂലേ. ആ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചിട്ട് ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കണ ചോദ്യമാണ് നിസ്കരിച്ചോ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം. ഇല്ല, അവിടുന്ന് പോരാൻ കഴിയൂല, അവിടുന്ന് പോരാൻ കഴിയൂല. പിന്നെ അവിടെ കുടുങ്ങി, പിന്നെ അവിടുന്ന് തിരിച്ചു വരലില്ല. നമ്മളൊന്നും ഇങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുക, ആരും നമുക്ക് സഹായം ഉണ്ടാവില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. നമ്മളെ വാപ്പ വന്നിട്ട് ഞാൻ എൻ്റെ കുട്ടീനെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറയോ? ഇല്ല. ഇമ്മ വന്നിട്ട് പറയോ? ഇല്ല. ഇക്കാക്കി ഇത്താത്തി അനിയനും അനിയത്തി ആരും ഉണ്ടാവില്ല, നമ്മളൊറ്റക്കായിരിക്കും. അപ്പൊ ആ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് രക്ഷ ആരുണ്ടാകുക എന്നറിയോ? നമ്മളെ നിസ്കാരമായിരിക്കും. വേറെ ചില ഹദീസുകളിൽ കാണാൻ പറ്റും, ഒരാള് ഇപ്പോ ഖബർ കെട്ടുക്കണോ? നിങ്ങള് ഖബർ കെട്ടുക്കണോ? ഖബർ ഖബർ കണ്ട ആൾക്കാരെങ്കിലും ഉണ്ടോ? ഖബർ കണ്ടിട്ടുണ്ടോ? ആരാ ഖബർ കണ്ടിട്ടില്ലേ? ഖബർ കണ്ടിക്കണോ? ആ, ചില ആൾക്കാരൊക്കെ കണ്ടിക്കണു അല്ലേ. ആ, പാൺകുട്ടികളൊക്കെ അധികം കണ്ടിട്ടുണ്ടാവും, പെൺകുട്ടികൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഖബർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പടച്ചറബേ, ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെങ്ങനെ, ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന ഈ മണ്ണില്ലേ, അല്ലെ, ആ മണ്ണിന്റെ അതേ ഭാഗം തന്നെ. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന വീടില്ലേ, ആ വീടിന്റെ ചുമരിന്റെ അപ്പുറത്ത് നിങ്ങളുടെ കിടത്തിന്ന് വിചാരിച്ചു, എന്നിട്ട് ഇതേപോലെ ഒരു ചുമര് ഇപ്പുറത്തും വെച്ചു, എന്നിട്ട് അതിന്റെ മുകളിൽ മൂടി. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ, അങ്ങനത്തെ ഒരു രംഗം ഒന്ന് ആലോചിക്കുകയാണ്. നമ്മളങ്ങനെ കടത്തിയിട്ട് അതിൻ്റെ അപ്പുറത്ത് അതേപോലെ ചുമര് വെച്ചിട്ടുണ്ട് മൂടി, അതിൻ്റെ ഉള്ളിൽ കൂടി മുഴുവൻ മണ്ണൂട്ടും. എങ്കിലും അതേപോലെ ആഴത്തിലൊരു കുഴി കുടിച്ചിട്ട്, ചിലപ്പോൾ നമ്മൾ കളിക്കാനൊക്കെ ആക്കണ സമയത്ത് ചിലപ്പോൾ ബോളൊക്കെ വല്ല കുഴിയിലോ അല്ലെങ്കിൽ വലിയ എന്താ കിണറിൻ്റെ ഭാഗത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വല്ല അതിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ ചിലപ്പോൾ എടുത്തുനിന്ന് വരും. അപ്പം തന്നെ നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കുമ്പോൾ കാണാം ആകാശം മാത്രമേ കാണുള്ളൂ, നമ്മൾ ആ കുഴിൻ്റെ ഉള്ളിലാ. അത് അങ്ങനെ ഉണ്ട് മൂടിയാൽ അങ്ങനെ ഉണ്ടാവും. അതല്ലേ ശരിക്കും ഖബർ എന്ന് പറഞ്ഞാല്. അങ്ങനെ ഒരാള് ഖബറിൽ എത്തിക്കഴിഞ്ഞാല് ഖബറിൽ ഒറ്റക്ക ഉണ്ടാകുക. ഇപ്പൊ നിങ്ങളെ വല്യമ്മ മരിച്ചിട്ടുണ്ടെങ്കിലേ വല്യമ്മ ഇപ്പൊ ഖബറിൽ ഒറ്റക്ക, നമ്മുടെ വല്യപ്പ ഖബറിൽ ഒറ്റക്ക. നമ്മളെ കുടുംബത്തിൽ ആരാണോ മരിച്ചത്, നമ്മുടെ വാപ്പയോ ഉമ്മയോ ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഓരൊക്കെ ഖബറിൽ ഒറ്റക്ക ഉണ്ടാകുക. അള്ളാഹു സുബ്ഹാനഹു വ അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. അങ്ങനെ ഖബറിൽ ഒറ്റക്കാണെങ്കിലും അവർക്ക് ചില കൂട്ടുകാരുണ്ടാവുന്ന നബി പറഞ്ഞിക്കണേ. ഖബറിൽ ഒറ്റക്കാണെങ്കിലും ചില കൂട്ടുകാരുണ്ട്. അതിൽ ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാന്നറിയോ? നമസ്കാരായിരിക്കും. നിസ്കാരം ഓന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഓന്റെ തലയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന, നമ്മൾ നിസ്കരിച്ച ആൾക്കാരാണെങ്കിൽ നിസ്കാരം വന്നിട്ട് നമ്മളെ തലന്റെ ഭാഗത്ത് വന്നിരിക്കും. എന്തിനാന്നറിയോ? ഇത് വിഷമിക്കണ്ട കേട്ടോ, ബേജാറാവണ്ട, എൻ്റെ കൂടെ ഞാൻ ഉണ്ട്. ആരുമില്ലെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ഉണ്ട്. കാരണം എന്താ? നിസ്കരിച്ചിരുന്നില്ലേ ജി? അങ്ങനെയിട്ട് വന്ന് നിൽക്കുക. നമ്മള് സ്വതക്ക കൊടുത്ത് നമ്മുടെ നോമ്പ് വലത് ഭാഗത്ത്, അതേപോലെ തന്നെ ജക്കാത്ത് അല്ല നോമ്പ് ഇടത് ഭാഗത്ത്, ജക്കാത്ത് വലത് ഭാഗത്ത്, നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കാലിന്റെ ഭാഗത്ത്, ഇങ്ങനെയൊക്കെ തന്നെ വന്ന് നിൽക്കുന്നു. അപ്പൊ നമ്മളെ തലന്റെ ഭാഗത്ത് നമുക്ക് ഒരു കൂട്ടുകാരനായിട്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നിസ്കരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ഓക്കെ, മൂന്നാമത്തെ കാര്യമാണ് നിസ്കരിക്കുക എന്നുള്ളത്. ശരി, നീ നാലാമത്തെ നോക്കിക്കോ. അവസാനം ദീനിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നിസ്കാരമാണ്. അവസാനം ദീനിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നിസ്കാരമായിരിക്കും. അവസാനം ദീനിൽ നിന്ന് നഷ്ടപ്പെടുന്നത്
ഓക്കെ, അവസാനം ദീനിൽ നഷ്ടപ്പെടുന്നത് നമസ്കാരമായിരിക്കും. അവസാനം ദീനിൽ നഷ്ടപ്പെടുന്നത് നമസ്കാരമായിരിക്കും. ഇത് പറയുമ്പോൾ നേരെ ശ്രദ്ധിച്ചോളി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനം ദീനിൽ നഷ്ടപ്പെടാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനിക്കും അൽ അമാന. നിങ്ങളെ ദീനിൽ നിന്ന് ആദ്യമായിട്ട് നഷ്ടപ്പെടാൻ എന്താണെന്നറിയോ? അമാനത്തായിരിക്കും. എന്താ ഈ അമാനത്ത്? അമാനത്താണ് ആദ്യം നഷ്ടപ്പെടാൻ. ആർക്കറിയാം അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അമാനത്ത് ആരെങ്കിലും പറയാൻ പറ്റുമോ? അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മൈക്കോണാക്കി തരാം. അമാനത്ത് കേട്ടുക്കണോ നിങ്ങൾ? അമാന ടൊയോട്ടോ എന്നൊക്കെ പറയും. സൂക്ഷിപ്പ് മുതൽ അല്ലെ? അത് പറയാം. ഒരാൾ ഏൽപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അയാളുടേതല്ല, വേറൊരാളുടേതാണ്. ഒരാളുടെ വാക്കിലും പ്രവർത്തിയിലും അതാണ് ഈ പിന്നെ അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂക്ഷിപ്പ് മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്ക് ഈ അമാനത്താണ് ആദ്യം ഈ ദീനിൽ നഷ്ടപ്പെടാൻ. അതായത് ഒരാളുടെ ഹക്ക് വേറൊരാൾ എടുക്കാൻ പറ്റുമോ? ഇപ്പോ ഞാനിങ്ങനെ നടന്നു പോണ സമയത്ത് എനിക്ക് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരു പേഴ്സ് കണ്ട്. അപ്പൊ ഞാൻ വേഗം പേഴ്സ് എടുത്ത് നോക്കി. അതിൽ കുറേ പൈസ ഉണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റുമല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് എടുക്കാൻ പറ്റുമല്ലേ? എടുക്കാൻ പറ്റുമല്ലേ? ഇല്ല അല്ലെ? എടുക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതൊന്നുകിൽ അതിൽ ആളെ അഡ്രസ്സ് ഉണ്ടാകും. ആ അഡ്രസ്സ് ഉള്ള ആൾക്ക് കൊടുക്കാം അല്ലെ? ആ ആൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പറയാം, ഇത് നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയതാണ്, നിങ്ങൾ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വാപ്പാനെ ആരെങ്കിലും ഏൽപ്പിച്ച് പറയാം, വാപ്പ അത് അങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ അതിന്റെ ആൾക്ക് കൊണ്ടേ കൊടുക്കുന്നത്. നമുക്കൊരിക്കലും എടുക്കാൻ പറ്റൂല. പക്ഷെ ഇന്ന് പല ആളുകളും അങ്ങനെ ആരെങ്കിലും ഒന്ന് തിരിച്ചു കൊടുത്താൽ, ഇപ്പോ ഏതെങ്കിലും ഒരു സാധനം മറന്നു വെച്ചു, എന്നിട്ട് മറന്നു വെച്ചത് തിരിച്ചു കൊടുത്തു, ഓട്ടോക്കാരൻ മാതൃകയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ കാണും. സത്യത്തിൽ ഓട്ടോക്കാരന്റെ നല്ലത് അല്ലെ? എന്റെ നല്ലല്ലോ അത്. എനിക്ക് കിട്ടിയ പൈസ എന്റേതല്ല. അപ്പോ എനിക്ക് കിട്ടിയത് പോലും ഞാൻ എടുക്കാൻ പറ്റൂല എങ്കിൽ വേറൊരാളുടേത് ഞാൻ എടുക്കാൻ പറ്റുമോ? എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയത് പോലും എനിക്ക് എടുക്കാൻ പറ്റൂലെങ്കിൽ വേറൊരാളുടെ പൈസ അയാൾ എടുത്തു വെച്ചതുമെല്ലാം ഞാൻ എടുക്കുക. അത് ആരുടേതാണെങ്കിലും, വാപ്പാന്റെ ആവട്ടെ, ഉമ്മാന്റെ ആവട്ടെ, അനിയന്റെ ആവട്ടെ, ജ്യേഷ്ഠന്റെ ആവട്ടെ, കുടുംബത്തിലുള്ളവരുടേതാവട്ടെ, വല്യമ്മാന്റെ ആവട്ടെ, വല്യപ്പാന്റെ ആവട്ടെ, ആരുടേതാണെങ്കിലും ശരി, അത് 1 ഉറുപ്പ്യല്ലേ, അത് 2 ഉറുപ്പ്യല്ലേ, അത് 5 ഉറുപ്പ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെടുക്കാൻ പറ്റൂല അല്ലേ? നമ്മൾ അതൊന്നും പോരൊന്നും പറയുന്നില്ലാന്ന്. ഓർക്കറിയില്ലേ, ഞാൻ ഓരോ കുട്ടിയല്ലേ, ഞാൻ ചെറിയ മോനല്ലേ, അല്ലെങ്കിൽ ഞാൻ എടുത്താലൊന്നും ഓർക്ക് പ്രശ്നമൊന്നുമില്ല. എടുക്കാൻ പറ്റൂല. വലിയ കുറ്റം കിട്ടണ കാര്യമാണത് അല്ലേ? ഒരാള് മറ്റൊരാളുടെ സമ്മതമല്ലാതെ അയാളുടെ വല്ലതും എടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടുക്കൽ വലിയ കുറ്റം കിട്ടണ കാര്യമാണ്. കാരണം എന്താ? അത് വേറൊരാളുടെയാണേ, അയാളുടെ അല്ലല്ലോ, വേറൊരാളുടെ അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് ഒന്നും എടുക്കാൻ പറ്റൂല. അത് പൈസ എടുക്കാൻ പറ്റൂല, ഫോണും എടുക്കാൻ പറ്റൂല. ഫോൺ എടുക്കുക. ചില ആൾക്കാരുണ്ടാവും, ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫോൺ കണ്ടുകഴിഞ്ഞാൽ കാണാം, മെല്ലെ ഒന്ന് എടുത്തിട്ട് ഞാൻ കുറച്ചേർന്ന് കളിച്ചട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ അല്ലേ? അത് നല്ല കുട്ടികളുടെ സ്വഭാവമല്ല കേട്ടോ. അത് നല്ല കുട്ടികളുടെ സ്വഭാവമല്ല. അങ്ങനത്തെ കുട്ടികൾ ചീത്ത കുട്ടികൾ. അവരങ്ങനെ എപ്പോഴും ഈ വേറുള്ള ആൾക്കാരതൊക്കെ ഫോണൊക്കെ എടുത്ത് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങളല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. വേറെ ഉണ്ടാവും ചില കുട്ടികൾ, അവരാണ് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഏതായിരുന്നാലും ഒരാള് ഈ ദീനിൽ നിന്ന് അവസാനം ആദ്യം നഷ്ടപ്പെടുന്നത് അമാനത്താണ്. ഇങ്ങനെ ഏൽപ്പിച്ച സാധനങ്ങളൊന്നും കൊടുക്കാതെ ഒരാൾ സ്വന്തമായിട്ട് ഇങ്ങനെ എടുക്കാം അല്ലെ? അത് കൊടുക്കാതിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടിയത് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ വേറൊരാളെ ഹക്ക് നമ്മൾ എടുക്കുക, അയാളുടെ അനുവാദം ഇല്ലാതെ എടുക്കുക, ഇതൊക്കെ കുറ്റകരമാണ്. എന്നാൽ ഏറ്റവും അവസാനം നഷ്ടപ്പെടുക എന്താണെന്ന് അറിയാം? നിസ്കാരമായിരിക്കും.
ഒരു കാലം വരുന്ന, നേരെ ശ്രദ്ധിച്ചോളിട്ടോ, കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണവരാരും ഉണ്ടാവില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പൊ നമ്മൾ കണ്ടു. കഴിഞ്ഞ കൊല്ലം, അതിന്റെ മുമ്പത്തെ കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കാൻ പോയിരിക്കുക. അതേപോലെ തന്നെ തറാവീന് പോയ ആളുകളൊക്കെ ഉണ്ടാവും, കുറെയൊക്കെ നിസ്കരിച്ചവരൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ എല്ലാ ദിവസം പോകാൻ കഴിയാത്തവരായിരിക്കും. എന്നാൽ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിസ്കാരവും ഇല്ല, നോമ്പും ഇല്ല. ചില ആൾക്കാരൊക്കെ നോമ്പിന്റെ സമയത്ത് വരെ മെല്ലെ പോയിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കാന്ന് മാത്രല്ല, എന്നിട്ട് അത് റീലാക്കിയിട്ടിടുക. ഓരോ വിചാരം അള്ള വെറുതെ വിടുന്ന, തോന്നിവാസം കാണിച്ചിട്ട് അള്ള വെറുതെ വിടുന്ന ഒരു വിചാരിക്കുന്നുണ്ടോ? ഇതൊരു തമാശയല്ല. ദീനിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയല്ല. ചില ആൾക്കാർ പിന്നെ ഈ നിസ്കരിക്കണ സമയത്തും റീല് ചെയ്യുക, നിസ്കരിക്കണത് വരെ റീല് ചെയ്യുക, എന്നിട്ട് അതിനിങ്ങനെ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് പള്ളിന്റെ ഉള്ളിൽ ഇരിക്കണത് റീല്. അപ്പൊ എന്താ അത് നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ റീലോ? അത് നല്ല സ്വഭാവമല്ല അല്ലെ? ഇതൊക്കെ ഒരു മോശം സ്വഭാവമുള്ള ആൾക്കാരാണ്. ഒരു നിസ്കരിക്കുക മാത്രമല്ല, മറ്റുള്ളവനെ കൂടി എന്ത് ചെയ്യാണ്, ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പള്ളിക്കൂടി കയറാതെ ഇങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും അല്ലെ? ഈ അങ്ങാടിയിൽ ഇങ്ങോട്ട് ആടുകൾ നടക്കണുണ്ടാവും അല്ലെ? അതിനിങ്ങനെ എല്ലായിടത്തും നടവും. അല്ലെങ്കിൽ പൂത്തോളൊക്കെ നടക്കുമ്പോഴേ എല്ലായിടത്തും അവിടെ പോയി കുറച്ചു നേരം ഇങ്ങനെ നടക്കും, കുറച്ചിപ്പുറത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കണ കുറെ മനുഷ്യന്മാരുണ്ട്. ഇതേപോലെ രാത്രി ആയിക്കാതെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ ഓരോ കടന്റെ മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ. ഒരു നിസ്കാരം ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. അവരാണ് ഈ പറഞ്ഞത്. മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, ഒരു ദീനിന്ന് മുഴുവനായിട്ടുണ്ട് പോകും. ദീനിന്ന് മുഴുവനായിട്ട് പോകും. ദീനിന്ന് ഏറ്റവും അവസാനം പോകുന്നത് നിസ്കാരമായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ കാര്യം. 4 എഴുതിയില്ല എല്ലാവരും? ഏതൊക്കെയാണ് 4? വേഗം പറയും. ഏതൊക്കെയാ 4? 4 ഏതൊക്കെ? വേഗം പറയും മനുഷ്യന്മാരെ. മൈക്ക് ഓണാക്കണം. മൈക്ക് ഓണാക്കി നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പറയുമെന്ന് പേടിയുണ്ട്. ശരി, എന്തായാലും ഞാൻ മൈക്ക് ഓണാക്കി തരാം. പറയും. ഓക്കെ. ജീവിത 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 ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ. കാര്യം വിചാരം ചെയ്യപ്പെടുന്ന കർമ്മം നിസ്കാരം ദീനിൽ നിന്ന് അതെ. ഓക്കെ, അപ്പൊ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ, അഥവാ നമ്മുടെ ജീവിതത്തിന്റെ എയിം, അതല്ലെങ്കിൽ പർപ്പസ് ഓഫ് ലൈഫ്, അതാണെന്ത്? പിന്നെ അള്ളാഹിനെ ആരാധിക്കുക എന്നുള്ളത്. അതിൽപ്പെട്ടതാണെന്ത്? നിസ്കരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ദീനിന്റെ നെടുന്തൂൺ അല്ലെങ്കിൽ ദീനിന്റെ തൂണാണെന്ത്? നിസ്കാരം എന്നുള്ളത് അല്ലെ? ദീനിന്റെ തൂണാണ് നിസ്കരിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വിചാരണയിൽ അയാളോട് ആദ്യം ചോദിക്കുന്നതായിരിക്കും, നിസ്കരിച്ചോ എന്നാണ്. അല്ലാതെ ഇത് ചായ കുടിച്ചോ, ചോറുന്നോ, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി അല്ലയോ, അല്ലെങ്കിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ബിസ്മി അല്ലയോ, അതൊന്നും അല്ല ചോദിക്കുക. ആദ്യം ചോദിക്കുക, നിസ്കരിച്ചിട്ടുണ്ടോ. പിന്നീട് ബാക്കിയൊക്കെ ചോദിക്കുക. നിസ്കരിച്ചിട്ടില്ലേ, ഓൻ എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, ഓൻ എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല, ഓൻ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിസ്കാരമാണ് ആദ്യം ചോദിക്കുക അല്ലെ? അതാ നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ കാര്യം. ഇനി 4-മത്തെ കാര്യം പറഞ്ഞത്, അവസാനം ദീനിൽ നഷ്ടപ്പെടുന്നത് നിസ്കാരമായിരിക്കും. ഓക്കെ, ഇനി 5-മത്തെ നോക്കിക്കോ. പ്രവാചകന്റെ അന്ത്യവസീയത്ത്, അവസാനത്തെ വസീയത്ത്, നബി വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ്. അഫ്നാനെ, 4-മത്തെ പോയിന്റ് എത്ര നേരം പറഞ്ഞു മോനെ? മോനാണോ മോളാണോ അഫ്നാൻ? 2 രൂപത്തിലും പറയാറുണ്ട്, അതുകൊണ്ട് ചോദിക്കണേ. 4-മത്തെ ഒരുപാട് തവണ പറഞ്ഞില്ലേ, അവസാനം ദീനിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. സ്ക്രീനിൽ കാണുന്നില്ല. ഒരു 5 മിനിറ്റിലധികം ഞാൻ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. എഴുത്. അവസാനം ദീനിൽ നഷ്ടപ്പെടുന്ന നമസ്കാരമായിരിക്കും. ഓക്കെ, എന്നാൽ 5-മത്തേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വസിയ്യത്ത്. ഇത് ഞാൻ പറയുമ്പോൾ എഴുതുന്നതിന് മുമ്പ് അത് ഞാനൊന്ന് പറയാം, എന്നിട്ട് എഴുതിയാൽ മതി. നേരെ ശ്രദ്ധിച്ചോട്ടോ. ഇപ്പൊ നമ്മള്
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അള്ളാഹിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അതേപോലെ തന്നെ മനുഷ്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ നബിനെയാണ് അല്ലെ. അള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അതേപോലെ നമ്മൾ ജീവിക്കണം. എങ്കിൽ നേരെ ശ്രദ്ധിച്ചോ, എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്ന് ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിന്റെ മടിയിൽ ഇങ്ങനെ തലചായ്ച്ച് കിടക്കുക. നബിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. നബിന്റെ കുടുംബക്കാരൊക്കെ വിളിച്ചു. നബിന്റെ മകളായിട്ടുള്ള ഫാത്തിമ ബീവിനെ വിളിച്ചു, ഭാര്യമാരെ വിളിച്ചു, പേരക്കുട്ടികളെ വിളിച്ചു. എല്ലാരെയും വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സലാ അസ്സലാ, നിങ്ങൾ നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാക്കരുത്. നബി അവസാനമായിട്ട് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കാണും. നമ്മളെ വാപ്പച്ചയൊക്കെ പറയാറുണ്ട്, നമ്മളെ വല്യമ്മ മരിക്കണ സമയത്ത് വല്യമ്മ പറഞ്ഞൊരു കാര്യമാണ് അത് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ വല്യപ്പ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണം എന്ന്, അല്ലേ? വാപ്പ ഭയങ്കര ശ്രദ്ധ കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മളെ വാപ്പയോ ഉമ്മയോ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മളെ ഉമ്മയും വാപ്പയൊക്കെ മരിക്കുകയാണെന്ന് വിചാരിച്ചോ, മരിക്കാൻ നേരത്ത് ഓരിങ്ങനെ അവരെ കട്ടിലും ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ കുട്ടി ഇവിടെ വന്നാന്ന് പറഞ്ഞ് നമ്മളെ അടുത്ത് വിളിച്ച്, നമ്മളിങ്ങനെ അടുത്ത് ചെന്നപ്പോൾ നമ്മളെ ഉമ്മ നമ്മളെ കൈ പിടിച്ചിട്ട് പറയാണ്, എൻ്റെ കുട്ടീനോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എൻ്റെ കുട്ടി നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ, കുട്ടി എപ്പോഴും നിസ്കരിക്കണം കേട്ടോ, ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നിസ്കരിക്കണം, നല്ല മോനാവണം നല്ല മോളാവണം എന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഉമ്മാന്റെ കണ്ണ് ഇങ്ങനെ മേപ്പോട്ടിട്ട് പോയി. ഉമ്മ അങ്ങോട്ട് മരിച്ചു വിചാരിച്ചു. അങ്ങനെ നമ്മളെ ഉമ്മയോ വാപ്പയോ മരിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞ ആ കാര്യം നമ്മൾ ഒഴിവാക്കോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഉമ്മ വേറെ എന്തെങ്കിലും പറഞ്ഞാലും ശരി, എന്ത് കാര്യം പറഞ്ഞാലും ശരി, നമ്മൾ പറയാൻ എന്താ പറയുക, എൻ്റെ അമ്മ അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഉമ്മ കട്ടിൽ കടന്നിട്ട് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞ കാര്യമാണത്. ഞാൻ എന്തായാലും ഉമ്മ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഞാൻ പോകില്ല. എൻ്റെ അമ്മാനെ എനിക്ക് അത്ര ഇഷ്ടമാണ്, എൻ്റെ വാപ്പാനെ എനിക്ക് അത്ര ഇഷ്ടമാണ് അല്ലെ. അതല്ലേ നമ്മൾ പറയാം. എന്നാൽ നമ്മളെ ഉമ്മാനേക്കാളും വാപ്പാനേക്കാളും മറ്റെന്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിസ്കരിക്കണം കേട്ടോ, നിസ്കരിക്കണേ, നിസ്കാരം ഒഴിവാക്കല്ലേ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ശരിയാണോ? അല്ലേ? അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നിസ്കാരത്തിന് വലിയ ശ്രദ്ധ കൊടുക്കണം. എഴുതിക്കോ, അഞ്ചാമത്തെ കാര്യം എഴുതിക്കോ. അഞ്ചാമത്തെ കാര്യമാണ് പ്രവാചകന്റെ അന്ത്യവസീയത്ത്, അവസാനത്തെ വസീയത്ത്. വസീയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ? വസീയത്ത് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്, ഒരു ഉപദേശം കൊടുക്കുക. നബി അവസാനമായിട്ട് നൽകിയ ഉപദേശം നിസ്കരിക്കണം, അല്ലാതെ ഹജ്ജ് ചെയ്യണമെന്നോ ഒന്നുമല്ല. പ്രവാചകന്റെ അന്ത്യവസീയത്ത്, അവസാനത്തെ വസീയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസീയത്താണ്. ഓക്കെ, അതാണ് അഞ്ചാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസീയത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. അതായത് അവസാനമായിട്ട് നബി നമ്മളോട് പറഞ്ഞത്, ആദ്യം പറഞ്ഞിട്ട് നിസ്കരിക്കണമെന്ന്, അവസാനം വഫാത്താകുന്നതിന്റെ നബി മരണപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞതും എന്താണ്? നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഗൗരവം എന്തിനുണ്ട്? നിസ്കാരത്തിനുണ്ട്. ശരി, ആറാമത്തെ കാര്യം, ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരെ ശ്രദ്ധിച്ചോ. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്കാരം. സത്യവിശ്വാസിയെയും സത്യനിഷേധിയെയും വേർതിരിക്കുന്ന അടയാളം. വേദിക്കും
സത്യവിശ്വാസിയെയും സത്യനിഷേധിയെയും വേർതിരിക്കുന്ന അടയാളം. സത്യവിശ്വാസിയെയും, വിശ്വാസി എന്നാണല്ലോ വന്നിരിക്കുന്നത്, വിശ്വാസി എന്നാണേ, വിശ്വാസിയെയും സത്യനിഷേധിയെയും വേർതിരിക്കുന്ന അടയാളം. സത്യവിശ്വാസിയെയും സത്യനിഷേധിയെയും വേർതിരിക്കുന്ന അടയാളം. അതാണെന്ത്? നിസ്കാരം എന്ന് പറഞ്ഞ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫർ തർക്കുസ്സലാ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു മുസ്ലിമിനെയും അമുസ്ലിമിനെയും, അല്ലെങ്കിൽ മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കപ്പെടാ. ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളെ പേരെന്താ? അത് സുരേഷ് എന്നാ. അപ്പൊ മുസ്ലിം അല്ല അല്ലെ. എന്താ അവന് ജോർജ് എന്നാ. അപ്പൊ മുസ്ലിം അല്ല. മറ്റവന്റെ പേരെന്താ? അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള മുസ്ലിം തന്നെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിമും അമുസ്ലിമും വേർതിരിച്ചറിയുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകിൽ പേര് നോക്കിയാൽ മനസ്സിലാകും, അതല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും? തൊപ്പി വെച്ചിട്ടുണ്ടാവും അല്ലെ. ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറി തൊട്ടിട്ടുണ്ടാകും. ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൊന്ത കയ്യിൽ ഇതാണ്, ഇങ്ങനെ കുരിശൊക്കെ ഉണ്ടാവും കയ്യിൽ അല്ലെ. ഇതാണെന്നാ നമ്മൾ വിചാരിക്കണേ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? ഒരാൾ തൊപ്പി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരാൾക്ക് താടിയുണ്ടോ, അല്ലെങ്കിൽ നീളം കുപ്പായുണ്ടോ, അല്ലെങ്കിൽ കുറി തൊട്ടിട്ടുണ്ടോ, കൊന്തയുണ്ടോ, അതൊന്നുമല്ല. മുസ്ലിമും അമുസ്ലിമും വേർതിരിച്ചറിയുക. നിസ്കരിക്കണവനാണെങ്കിൽ മുസ്ലിമാണ്, നിസ്കരിക്കാത്തവനാണെങ്കിൽ കാഫിറാണ്. സുബ്ഹാനല്ലാഹ്. നേരെ ശ്രദ്ധിച്ചോ, നേരെ ശ്രദ്ധിച്ചോ. വൈകുന്നേരം ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞിട്ട്, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ കളിക്കാൻ വേണ്ടി കളിച്ചിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ആക്കുന്ന സമയത്താണ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് അല്ലെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ ബാങ്ക് കൊടുത്തു, ബാങ്ക് കൊടുത്തോട്ടെ, വേഗം കളി വേഗം കളി വേഗം കളി വേഗം കളി, ഒരു ഗോൾ കൂടി, ഒരു ഗോൾ കൂടി. ഓ മുസ്ലിം അല്ല, ഓ മുസ്ലിം അല്ല. അല്ലെങ്കിൽ കുറച്ചു നേരം കൂടി കളിക്കുക, കുറച്ചു നേരം കൂടി കളിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓ മുസ്ലിം അല്ല. ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കണില്ലെങ്കിൽ, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്ന ആളാണെങ്കിൽ, അതിനെ തമാശയാക്കി കാണുന്നുണ്ടെങ്കിൽ, അതിന് ഗൗരവം കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവൻ കാഫിറാണ്, അവൻ കാഫിറാണ്. ചിലപ്പോ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും നിസ്കരിക്കുക, പക്ഷെ ഗൗരവമുണ്ട്. നിസ്കാരം പൂർണ്ണമായിട്ട് ഒരാൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ്. ചില കുട്ടികൾ എന്താ വെച്ചാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല. നമുക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട് അവിടെ അല്ലെ. നമുക്ക് ബാത്റൂം പോകാൻ സമയമല്ലേ? ഉണ്ട്. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ടൈമില്ലേ? സമയമുണ്ട്. അതേപോലെ തന്നെ കളിക്കാൻ സമയമില്ല? ഉണ്ട്. PT ടൈമില്ല? PT ടൈമുണ്ട്. എല്ലാത്തിനും സമയമുണ്ട്. നിസ്കരിക്കാൻ മാത്രം സമയമില്ല. ശരി, ഇനി സ്കൂളിൽ അവിടെ സൗകര്യം ഇല്ല എന്ന് വിചാരിക്കും. അടുത്ത് ചിലപ്പോൾ പള്ളി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിൽ സ്കൂളിൽ പ്രെയർ ഹാൾ ഉണ്ടാവണമെന്നില്ല. ചില സ്കൂളുകളിൽ ഉണ്ടാവും, പ്രെയർ ഹാളൊക്കെ ഉണ്ടാവും. ഇനി അല്ല, അവിടെ പ്രെയർ ഹാൾ ഇല്ല എന്ന് തന്നെ വിചാരിച്ചു. അപ്പൊ എന്താ ചെയ്യണ്ടേ? വേഗം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ചോറ് എന്നല്ല, വേഗം എറിഞ്ഞിട്ട് ബോൾ എടുത്തിട്ട് ഓടുകയല്ല വേണ്ടേ. വേഗം വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ചേരം കിടക്കട്ടെ എന്ന് പറയല്ലേ വേണ്ടേ. ആദ്യം പോയിട്ട് ഉതുർക്കുക, എന്നിട്ട് നിസ്കരിക്കുക. നമ്മള് ശരിക്കും നിസ്കരിക്കാൻ എത്ര ടൈമാണ്, എത്ര ടൈം കൊണ്ടുവരും? നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാണ്. നമ്മളൊന്ന് കണക്കൂട്ടത്, നിസ്കരിക്കാൻ എത്ര ടൈമാണെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാണ്. നിസ്കരിക്കാൻ എത്ര ടൈമാണ്? എന്താ നിങ്ങളൊരു അഭിപ്രായം? നിസ്കരിക്കാൻ എത്ര ടൈമാണ്? നമ്മളൊരു കണക്ക് നോക്കുകയാണേ, കണക്ക് നോക്കാട്ടോ. നിസ്കരിക്കാൻ എത്ര ടൈമാണെന്നുള്ളത് പറയാൻ പറയും. പത്ത് മിനിറ്റ്, 5 മിനിറ്റ് അല്ലെ, 10 മിനിറ്റ്, 4 5 മിനിറ്റ്, 4 മിനിറ്റ്, 20 മിനിറ്റ് ടോട്ടൽ പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ ഓരോന്ന് പറയുന്നത് നമ്മളൊന്ന് നോക്കിയേക്കാണ്. ശരിക്കും നമുക്കൊന്ന് കണക്ക് നോക്കല്ലേ, ശരിക്കും നമുക്കൊന്ന് കണക്ക് നോക്കാം അല്ലെ. ഞാൻ ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് ഷെയറിങ് ഒന്ന് നിർത്തട്ടെ, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഒരു വൈറ്റ് ബോർഡ് എടുത്തിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആകെ വേണ്ടത് 5 വക്ത് നിസ്കാരമാണ്.
അല്ലെ? 5 വക്ത് നിസ്കാരമാണ് വേണ്ടത്. ലോഹർ നിസ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര സമയം മാറ്റിയേക്കാം? ലോഹർ നിസ്കാരത്തിന് എത്ര സമയം വേണം? 5 മിനിറ്റ് മതി അല്ലെ? ഇങ്ങള് വരയില്ലടോ, ഞാൻ വരയണില്ലേ, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാടോ? ഞാൻ വരണോളേ. നിങ്ങളെ വരച്ച് ഞാൻ കാണിച്ചത് എന്ത് മനുഷ്യന്മാരാണോ വരേണ്ടാറിന്റെ പിന്നെയും വരയണോക്കിക്ക്. ഹയ ഹയാണത് മുഴുവൻ വരയണ ആള്. ഹയാ ഫെറിൻ ഇതിൽ പേരിങ്ങനെ കാണും, ആരാ വരയണെന്നുള്ളത് കറക്റ്റ് അതിൽ കിട്ടും. ഇനി ആരാന്ന് പറഞ്ഞുതരാം കേട്ടോ. ആ ഓക്കെ, നിങ്ങൾ വരഞ്ഞോളി, വരഞ്ഞ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. എല്ലാം കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല, തിരക്കില്ല. എന്തായാലും നേരം പോയി കാണുമല്ലോ അല്ലേ? ഇതില് ആരൊക്കെയാണ് വരയണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതാ അടിപൊളിയാക്കി വരയുന്ന ആൾക്കാരുണ്ട്. നല്ല കല. എടാ ഇങ്ങനല്ലടാ ചെങ്ങായിമാരെ വരക്കുക. വരക്കുമ്പോ അതിലൊരു ചിത്രം വേണ്ടേ? അപ്പോഴല്ലേ ഒരു രസം ഉണ്ടാകുക, അല്ലേ? ഇത് നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് എന്താ കാര്യം? അതിലൊരു കലാവാസന വേണ്ടേ? കല വേണ്ടേ? അതായിരിക്കല്ലേ കല? കലയെ കൊല ചെയ്യുന്നവരാരല്ലേ? അടിപൊളി വരുന്ന ആരുണ്ട്? ആമിന. ആമിന ബിൻത്ത് നിയാസ്. ആമിന ബിൻത്ത് നിയാസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് നല്ല രൂപത്തിൽ വരച്ചിട്ടുണ്ട്. ഞാനാ വരയണേ? നിങ്ങൾ പോരട്ടോ, ഇതൊന്നും പോരാ. നിങ്ങൾ വരയുമ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു രൂപത്തിൽ വരയണം, അല്ല വെറുതെ നിങ്ങളാക്കിയിട്ട് എന്താ കാര്യം, അല്ലേ? ഓക്കെ. എന്നാലേ നമ്മള് ഒരു ളുഹ്ർ നിസ്കാരത്തിന് നമുക്ക് വേണ്ടി വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആയിരിക്കും. അസർ നിസ്കരിക്കാനാണെങ്കിൽ ഒരു 5 മിനിറ്റ്, അപ്പൊ 10 മിനിറ്റ് ആയി. പിന്നെ മഗ്രിബ് നിസ്കരിക്കാൻ ഒരു 5 മിനിറ്റ്, 15 മിനിറ്റ്. ഇശാ നിസ്കരിക്കാൻ ഒരു 5 മിനിറ്റ്, 20 മിനിറ്റ്. സുബഹ് നിസ്കരിക്കാൻ ഒരു 5 മിനിറ്റ്, 25 മിനിറ്റ്. ഇനി ഇതിന് നമ്മൾ ഒളു എടുക്കാനും അതേപോലെ തന്നെ എന്താ പറയാ, ഇനി മൂത്രമൊഴിക്കണമെന്നുണ്ടെങ്കിൽ മൂത്രമൊഴിക്കാനും ഒക്കെ കൂടി കഴിഞ്ഞിട്ട് അതിനൊരു 10 മിനിറ്റ് കൂട്ടിക്കും. വേണ്ട, 10-20 മിനിറ്റ് കൂടി. ആകെ നമുക്ക് വേണ്ടി വരാം 40-45 മിനിറ്റ്, അല്ലെങ്കിൽ മാക്സിമം 50 മിനിറ്റും. 24 മണിക്കൂർ പടച്ചോ നമുക്ക് തന്നിട്ട് വെറും 50 മിനിറ്റ് വേണ്ട, 1 മണിക്കൂർ നിങ്ങൾ എടുത്തു. 1 മണിക്കൂർ നമുക്ക് മാറ്റാം. 1 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചാലും ബാക്കി 23 മണിക്കൂർ നമുക്കുണ്ട്. ശരിക്കും 23 മണിക്കൂർ ഉണ്ടായിട്ട് 4 നിസ്കരിക്കാത്ത ആൾക്കാർ അല്ലെ? അങ്ങനത്തെ ആളുകള് സ്വാഭാവികമായിട്ടും ഓരന്നെയല്ലേ ശരിക്ക് പിന്നെ ഈ നരകത്ത് കിടക്കുന്ന ആൾക്കാർ, അല്ലെ? ഇത്രയൊക്കെ സൗകര്യം തന്നിട്ട് പിന്നെ നിസ്കരിക്കാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓർക്ക് തന്നെ നരകം ഉണ്ടാകും. അത് യാതൊരു സംശയമല്ല. അതായത് ഓർക്ക് ഇത്രയേറെ സൗകര്യം കിട്ടിയിട്ട് ഓരെന്ത് ചെയ്യണില്ല? നിസ്കരിക്കണില്ല, അതിനൊരു ഗൗരവം കൊടുക്കണില്ല. എങ്കിൽ അവരാണ് എന്ത് ചെയ്യുക? നരകത്ത് കിടക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് വിചാരിക്കുന്നു, നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ വിധി എന്ന് പറഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം നിസ്കരിക്കാതിരിക്കുക. ഓനിക്കറിയാം നിസ്കരിക്കണം എന്നറിയാ, നിസ്കാരത്തിന്റെ സമയമായി എന്നറിയാ, ബാങ്ക് കൊടുത്തു എന്നറിയാ, എന്നിട്ടും ഒരാൾ നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണ് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവര് കാഫിറാണ്. ഒരു കാഫിറാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മളും മുസ്ലിമീങ്ങളും മുസ്ലിം അല്ലാത്തവരും തമ്മിലുള്ള കരാറ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളഹാനോടുള്ള കരാറ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലാണ്. നിസ്കാരം ഒരാൾ ഒഴിവാക്കുകയാണോ അവൻ കാഫിറാണ്. അപ്പൊ അത്ര ഗൗരവം എന്തിനുണ്ട്? ഈ നിസ്കാരത്തിന്റെ വിഷയത്തിലുണ്ട്. മനസ്സിലാവുണ്ടോ? ഇത്ര ഗൗരവമുണ്ട് ഇതിന്. നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്? കാഫിറാണ്. അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കില്ല, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ശരിക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നുണ്ട്, ഒരാൾക്ക് നിൽക്കാൻ കഴിയൂല, കാലിൽ ഭയങ്കര വേദനയാണ്, അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ഇരുന്ന് നിസ്കരിക്കണം. ഒരാൾക്ക് ഇരിക്കാൻ കഴിയൂല, നിൽക്കാനും കഴിയൂല, ഇരിക്കാനും കഴിയൂല, അപ്പോഴോ? എങ്കിൽ അയാൾ കിടന്ന് നിസ്കരിക്കണം. ഇനി കിടന്നിട്ട് അയാൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അയാൾക്ക് ചെരിഞ്ഞു കിടക്കാനേ പറ്റുള്ളൂ, എന്നാ ചെരിഞ്ഞു കിടക്കണം.
ഒരാൾക്ക് കയ്യും കാലൊന്നും അനക്കാൻ പറ്റണില്ല, അയാൾ കോമാ സ്റ്റേജിൽ ഇങ്ങനെ കിടക്കുകയാണ്. അല്ലെങ്കിൽ അയാളുടെ ഹൃദയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കണ്ണ് മാത്രമേ ചലിക്കണുള്ളൂ, കണ്ണിങ്ങനെ നോക്കുന്നുണ്ട്, എന്നാൽ കണ്ണുകൊണ്ട് നിസ്കരിക്കണം, കണ്ണുകൊണ്ട് നിസ്കരിക്കണം. ഇതൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിപ്പിച്ചു തരും. അതിൻ്റെ ഓരോ വീഡിയോസ് നമുക്ക് കാണിക്കാണ്ട്. അപ്പം അത്ര ഗൗരവം എന്തിനുണ്ട്? ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കുണ്ട്. അപ്പം നമ്മളത് എന്ത് ചെയ്യരുത്, ഒരു തമാശയായിട്ട് എന്ത് ചെയ്യരുത്, കാണരുത് കേട്ടോ. നമ്മൾ തമാശയായിട്ട് അത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ കുട്ടികളല്ലേ, അത് പിന്നെ നിസ്കരിച്ചാൽ മതി, അങ്ങനെ ഗൗരവമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റൂല. കാരണം കുട്ടികൾ തന്നെയാണ്, ചെറിയ പ്രായത്തിലാണ് നമ്മൾ നിസ്കാരം പഠിക്കേണ്ടത്. അപ്പോഴാണ് എന്ത് ചെയ്യുക, പിന്നീട് ആ തുടർച്ച നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ല അതിനെ നമ്മളിങ്ങനെ തമാശയായി കണ്ട് പിന്നെ വലുതായിട്ട് മതി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ വലുതാവുമ്പോഴും ചെയ്യലുണ്ടാവില്ല കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അതുകൂടി പറയാം. ഇപ്പൊ നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. ഇപ്പോൾ ഒരാള് യാത്ര പോവുകയാണ്, യാത്ര പോകുമ്പോൾ അയാൾക്ക് എന്തില്ല, നോമ്പില്ല, നോമ്പ് നോൽക്കണം എന്നില്ല, പക്ഷെ നിസ്കരിക്കണം, അപ്പോഴും നിസ്കരിക്കണം. യാത്ര പോകണം, നിസ്കരിക്കണം. ഒരാൾ രോഗിയാണ്, അയാൾക്ക് നോമ്പില്ല, പക്ഷെ അയാൾക്ക് നിസ്കരിക്കണം. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു രംഗമല്ല. നോമ്പാണെങ്കിലും ശരി നിസ്കരിക്കണം. അതേപോലെ തന്നെ ഒരാൾ സക്കാത്ത് കൊടുക്കാൻ പൈസ അല്ല, അയാൾ കൊടുക്കേണ്ട പ്രശ്നമല്ല, പക്ഷെ അയാൾ നിസ്കരിക്കണം. നിസ്കരിക്കാതിരിക്കുക എന്നുള്ളതില്ല. ഇനി എങ്ങനെ നിസ്കരിക്കണം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നിസ്കരിക്കാൻ പറ്റില്ല. ഒരാളിങ്ങനെ ഒരു ഇത് പറയട്ടോ, ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈയ്യെട്ടുമല്ലോ, ഒരാൾ കൈയ്യെട്ടാണ് ഇങ്ങനെ തലമേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലമ കൈയ്യെട്ടും. അങ്ങനെ പറ്റുമോ? അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പറ്റുമോ? പറ്റുമല്ലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരാൾ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, പറ്റൂലല്ലോ. ഒരാൾ കൈയ്യട്ടിട്ട് ഇങ്ങനെ അലോ അല്ലാഹു ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ, പിന്നെ അയാൾ നേരെ സുജൂദിക്കാ പോണേ, പിന്നെ അയാൾ റുക്കൂക്ക് വരിക, പിന്നെ അയാൾ ഇത്തിദാലിലേക്ക് പോവുക, പിന്നെ അയാൾ അത്തഹിയ്യാത്തിൽ, ഇങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചോ അങ്ങനെ നിസ്കരിക്കണം. നബി എങ്ങനെ നിസ്കരിച്ചത് അങ്ങനെ തന്നെ നമ്മൾ നിസ്കരിക്കേണ്ടത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കാരം മാറ്റാനോ അല്ലെങ്കിൽ അതിൻ്റെ രൂപം മാറ്റാനോ ഒന്നും പാടില്ല. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ പഠിക്കാനുള്ളത്. അല്ലാതെ ഒരാൾ നിസ്കരിച്ചു എന്ന് വിചാരിച്ചു, അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിസ്കരിച്ചാൽ ഒരു സംഭവം കേട്ടോളി, വളരെ രസമുള്ള ഒരു സംഭവമാണ്. നേരെ ശ്രദ്ധിച്ചോ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ പള്ളിക്ക് വന്നു. അയാൾ വന്നിട്ട് അയാൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് അയാൾ സലാമൊക്കെ കൂട്ടിയിട്ട് നേരെ നബിന്റെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയിട്ട് പറയാണ്, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ മടങ്ങിപ്പോ, എന്നിട്ട് പോയി നിസ്കരിക്ക, നീ നിസ്കരിച്ചിട്ടില്ല. നീ പോയി നിസ്കരിക്ക, നീ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അയാൾ നിസ്കരിച്ചല്ലേ? നിസ്കരിച്ചു. പക്ഷെ നബി പറയണ അയാൾ നിസ്കരിച്ചിട്ടില്ല. അയാൾ നിസ്കരിച്ച നിസ്കാരമല്ല. വീണ്ടും പോയി നിസ്കരിക്കാൻ പറഞ്ഞു. അയാൾ വീണ്ടും പോയി, വീണ്ടും അയാൾ നിസ്കരിച്ചു, തിരിച്ചു വന്നു. ഇതൊക്കെ നബി കാണാണ്, അയാൾ നിസ്കാരം നബി കാണുന്നുണ്ട്. അയാൾ വീണ്ടും വന്നു, സലാം പറഞ്ഞു, നബിന്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ നബി പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ മടങ്ങിപ്പോ, പോയി നിസ്കരിക്ക്, നിസ്കരിച്ചിട്ടില്ല. നീ ഇപ്പൊ നിസ്കരിച്ച നിസ്കാരമല്ല, വേഗം പോ, തിരിച്ചു പോ. രണ്ടാമത്തെ വട്ടമായി, മൂന്നാമത്തെ തവണയായി, നാലാമത്തെ തവണ ഇയാൾ വന്ന സമയത്ത് ഇയാളോട് പിന്നെയും പറഞ്ഞു, നബി പറഞ്ഞു നിസ്കരിച്ചിട്ടില്ല. അപ്പൊ നബിയെ, എനിക്ക് ഇങ്ങനെയാണ് നിസ്കരിക്കാൻ അറിയുള്ളൂ, എനിക്കത് അറിയില്ല, അല്ലാതെ എനിക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, നിസ്കരിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മളെ ഇഷ്ടപ്രകാരം നിസ്കരിച്ചാൽ പറ്റൂല, നമ്മൾ തോന്നിയ പോലെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാതെ നമ്മൾ എത്ര കാലം നിസ്കരിച്ചിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറയാണ്, 60 കൊല്ലം അയാൾ നിസ്കരിച്ചു, പക്ഷേ വമാ തുഖ്ബലു ലഹു സ്വലാഹ്, അവന് നിസ്കാരം ഒന്നും സ്വീകരിക്കൂല. കാരണം എന്താണെന്നറിയോ, അവൻ ആ നിസ്കാരത്തിന് എന്ത് ചെയ്തിട്ടില്ല, നബി പഠിപ്പിച്ച പോലെ നിസ്കരിച്ചിട്ടില്ല. അതിന്റെ റുക്കൂ പൂർത്തിയാക്കൂല, സുജൂദ് ക്ലിയർ ആക്കൂല. അതേപോലെ തന്നെ അങ്ങനത്തെ നിസ്കാരത്തിന്റെ കാര്യങ്ങളൊന്നും ക്ലിയർ ആകാതെ വേഗം തന്നെ തോന്നിയ പോലെ വേഗം നിസ്കരിച്ച് ഓടും. ഓർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ റുക്കൂ ചെയ്യുക, ഓർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സുജൂദ് ചെയ്യുക, അല്ലെ? അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാർ, സുജൂദ് പൂർത്തിയാക്കാത്ത, റുക്കൂ പൂർത്തിയാക്കാത്ത, നേരെ കുമ്പിടാത്ത, നേരെ സുജൂദിൽ കിടക്കാത്ത ആളുകൾ,
അങ്ങനെ 60 കൊല്ലം നിസ്കരിച്ച ഒരാളുടെ കാര്യത്തിൽ നബി പറയാണ് അയാളുടെ നിസ്കാരം സ്വീകരിക്കൂല. 60 കൊല്ലം നിസ്കരിച്ചിട്ടും നിസ്കാരം സ്വീകരിക്കൂല എന്നാണ്. അപ്പൊ എത്ര ഗൗരവമുണ്ട് ഇതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഠിക്കണത് എന്തല്ല, ഒരു അതൊക്കെ ഇപ്പൊ നമുക്ക് അറിയില്ലേ എന്ന് പറഞ്ഞിരിക്കേണ്ടതല്ല, മറിച്ച് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നിസ്കാരം. അപ്പൊ നമ്മളിപ്പോ ഇൻഷാ അല്ലാഹ് ഒരു 6 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. എന്തിന് നിസ്കരിക്കണം എന്ന് ചോദിച്ചാൽ, എന്തിന് നമസ്കാരം പഠിക്കണം എന്ന് ചോദിച്ചാൽ അതിന്റെ ഗൗരവമാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോൾ വിശദീകരിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. ഇതാ അവിടെ വളരെ ഉഷാറായിട്ട് ഒരാൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണത്? ഫാത്തിമ. ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ദീനിന്റെ തൂണ്. ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം, അവസാനം ദീനിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. പ്രവാചകന്റെ അന്ത്യവസീയത്ത് സത്യവിശ്വാസിയെയും സത്യനിഷേധിയെയും വേർതിരിക്കുന്ന അടയാളം അല്ലെ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. അടിപൊളിയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.